ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ഡയറിയോ. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു 3 വോൾ ഡെക്കോർ ഐഡിയാസ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നത് CD പെയിൻറ്റിങ് ആണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒറ്റ CD ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ കുറേ തപ്പി എനിക്ക് ഒന്നും കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ എനിക്ക് ഒറ്റ CD ആണ് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ എന്നാലും 1, 2, 3 വെച്ചാലാണ് രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ബേസായിട്ട് കൊടുത്തിട്ടുള്ളത് ബ്ലൂ കളർ പെയിൻറ്റിങ് ആണ് കേട്ടോ. അപ്പോൾ ഇത് 1, 2, 3, 4 വട്ടമൊക്കെ കൊടുത്തിട്ടാണ് ഇത്രയെങ്കിലും രസമായിട്ട് കിട്ടിയിട്ടുള്ളത്. എന്നാലും അതിൻ്റെ ഷാഡോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം അതിനുശേഷം ഞാനിതിൽ കൊടുക്കുന്നത് ഡെയ്സി പ്രിൻ്റില്ല, ഫ്ലവർ പ്രിൻ്റ്, അതാണ് കേട്ടോ ഞാനിതിൽ കൊടുക്കുന്നത്. അപ്പം ഞാനത് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് വരയ്ക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളെ ബ്രഷ് പെന്നിൻ്റെ ബ്ലെൻഡിങ് ബ്രഷ് ഇല്ലേ, അതാണ്. ബിക്കോസ് അത് വെച്ച് നല്ല രീതിക്ക് തന്നെ വരയ്ക്കാൻ പറ്റും. പിന്നെ എനിക്ക് പറ്റിയൊരു എന്താ പറയുക മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ മാർക്കൊന്നുള്ള CDs എടുക്കാതിരിക്കുക, ഇല്ലെങ്കിൽ അത് പോക്കിയിട്ട് പെയിൻറ്റ് ചെയ്യുക. ബിക്കോസ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നുള്ള രീതിക്കാണ് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പെയിൻറ്റ് ചെയ്ത സമയത്തൊന്നും കാണുന്നില്ലായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞതിന് ശേഷം അത് ഉണങ്ങി ഡ്രൈ ആയി വരുന്ന സമയത്ത് അത് നല്ല ഡാർക്കായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഡാർക്കായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. എന്തായാലും അത് നല്ല രീതിക്ക് തന്നെ കൊളായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നല്ലോണം കണ്ടോ, ഇതാണ് നമ്മൾ ഉദ്ദേശം. എന്തായാലും ആയോ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ജസ്റ്റ് ഒരു വൈറ്റ് ബോർഡ് പേപ്പർ വരുന്നുണ്ട് കവർ ചെയ്തതിന് ശേഷം വെൽക്കം എന്നൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് റഫായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ റെയിൻബോ ആണല്ലോ അതിലുള്ളത്. അപ്പം അതിലുള്ള പോലെ ഒരു റെയിൻബോ ഒക്കെ വരച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഡാർക്ക് കളേഴ്സാണ്, പക്ഷേ നമുക്ക് ഡാർക്ക് കളേഴ്സ് ഇഷ്ടമല്ലല്ലോ. ഒരു പാസ്റ്റൽ കളറിനോടാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ പാസ്റ്റൽ കളറാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്, ജൂട്ട് ത്രെഡ് ആട്ടോ എടുത്തിട്ടുള്ളത്. അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് എൻ്റെ ബാക്കിലൊന്ന് എന്താ പറയുക തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പില്ലേ, അതാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും കുഴപ്പമില്ല. ഇത് ഒട്ടിക്കുമ്പോൾ കുറച്ച് പണിയാണ് കേട്ടോ. ഒട്ടിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി കളിക്കുകയാണ്, അത് കുറച്ച് പണിയായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഏകദേശം ഇതേപോലൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ, രസമുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അടുത്തതൊരു വാൾ ഹാങ്ങിങ് ആണ്. ഇത് എന്താ പറയുക, നമ്മൾ ക്ലൗഡിൻ്റെ ഒരു തീമിലുള്ള വാൾ ഹാങ്ങിങ് ആണ്. ഫസ്റ്റ് തന്നെ ഒരു പേപ്പർ എടുക്കുക, ഇതിൻ്റെ നല്ലോണം ഒന്ന് മടക്കി കൊടുക്കുക. ഇതേപോലെ ഡബിൾ ലെയർ പോലെ മടക്കി കൊടുക്കുക. അതിലൊരു ക്ലൗഡ് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഫസ്റ്റ് തന്നെ വരച്ച ക്ലൗഡ് നല്ല രീതിക്ക് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഫസ്റ്റ് തന്നെ വരയ്ക്കുന്നത് സെറ്റായി കിട്ടുന്നത്, ഇല്ലെങ്കിൽ മായ്ച്ച് കളിക്കില്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ വരച്ചത് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ അറിയാമല്ലോ, നമുക്ക് കുറേ രീതി കിട്ടും. അപ്പം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് എനിക്ക് കുറേ രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്കൊരു 11 സംതിങ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായത്. പക്ഷെ ഒരു 10 ആണ് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 10 എടുത്തതിന് ശേഷം അതിനെ 2ആയിട്ട് തിരിച്ചു, 5 തിരിച്ചു. എന്നിട്ട് ഒന്നിൽ ലൈറ്റ് ബ്ലൂ അടിച്ചു കൊടുത്തു, ഒന്ന് പ്ലെയിൻ വൈറ്റ് തന്നെ ആയിട്ടായിരുന്നു അടിച്ചിട്ടുണ്ടായത്. ഫസ്റ്റ് ഈ ഒരു ലൈറ്റ് ബ്ലൂ ആണ് അടിച്ചത്. പക്ഷേ ഇതെനിക്ക് വൈറ്റ് പോലെയായിരുന്നു തോന്നിയിട്ടുണ്ടായത്. ബിക്കോസ് ഞാൻ കുറേ വൈറ്റും കുറച്ച് ബ്ലൂ ആയിരുന്നു ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ രസമില്ലായ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡാർക്ക് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഇതേപോലെ എന്താ പറയുക വൈറ്റ് ബ്ലൂ എന്നുള്ള രീതിയിലൊന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ബ്ലൂ ക്ലൗഡ്, സെക്കൻഡ് വൈറ്റ് ക്ലൗഡ്, അങ്ങനെയുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു വൈറ്റ് ത്രെഡ് എടുക്കുക. വൈറ്റ് എന്തിനാണ് എടുക്കുന്നത് വെച്ചാൽ കുറച്ച് എന്താ പറയുക ഇൻവിസിബിൾ പോലെ കാണണം. ബിക്കോസ് ക്ലൗഡ്സ് മാത്രമുള്ള പോലെ തിരിയണം, അങ്ങനെ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്ന് മാസ്കിൻ ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. ബിക്കോസ് എന്താ പറയുക സെല്ലോ ടാപ്പ് ഒട്ടിക്കാൻ കുറച്ച് പണിയാണ്, മാസ്കിൻ ടേപ്പ് ആകുമ്പോൾ കുറച്ച് സിമ്പിളല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.